ഫുഡ് ഹാൻഡ്ലേഴ്സിൻ്റെ കൊണ്ട് നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ വരാം എന്ന് വെച്ചാൽ ഫുഡ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുക അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരെയൊക്കെയാണ് ഫുഡ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയുക. അതുകൊണ്ട് വരുന്ന രോഗങ്ങൾ രണ്ടെണ്ണമാണ് കാര്യമായിട്ട് നോക്കേണ്ടത്. ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം, 2 ടൈഫോയിഡ്, പിന്നെ കോളറ സീസൺ ആണെങ്കിൽ നമുക്ക് കോളറയും വരാം. ഇത് 3 എണ്ണമാണ് നമുക്ക് വരാനുള്ള ചാൻസ് ഉള്ളത്. ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൽ കൂടി പകരുന്ന രോഗങ്ങളൊന്ന് ഹെപ്പറ്റൈറ്റിസ് എ. അതിന് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ അവൈലബിൾ ആണ്. 1 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം. 1 വയസ്സിന് ശേഷമാണെങ്കിൽ 2 ഡോസ് എടുക്കണം. ഒന്നിന്ന് ഒരു 6 മാസം കഴിഞ്ഞിട്ട് എടുക്കാം. അത് അവൈലബിൾ ആണ്. അതേമാതിരി ടൈഫോയിഡ് വാക്സിൻ, നമ്മൾ എല്ലാവരും ടൈഫോയിഡ് വാക്സിൻ എടുക്കണമെന്നുള്ളതാണ്. അതൊരു കോമൺ ആയിട്ട് ടൈഫോയിഡിൻ്റേതായ, ഞാൻ ഇപ്പോൾ ടൈഫോയിഡ് മേരിയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ടൈഫോയിഡ് വരാതിരിക്കാൻ, അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഭയങ്കര കൂടുതലാണ്. അത് വരാതിരിക്കാൻ ടൈഫോയിഡ് വാക്സിൻ ഉണ്ട്. അതിന് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ്. ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആജീവനാന്തം പിന്നെ ടൈഫോയിഡ് വരില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് അന്വേഷിക്കാം, ഇവരൊക്കെ ടൈഫോയിഡ് വാക്സിൻ കൊടുത്തിട്ടുണ്ടോ, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇതെല്ലാം ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉള്ളതാണ്. പിന്നെ എൻഡിമിക് ആയിട്ട് കോളറ എന്നുള്ള ഒരു അസുഖം വരികയാണെങ്കിൽ കോളറ തടയാനുള്ള വാക്സിൻ ഉണ്ട്, അതെടുക്കണം.